So, very good evening, everyone. Welcome to SmartFX live webinar session. സോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് റിഗാർഡിംഗ് റിസ്ക് എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മൾ റിസ്ക് മാനേജ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, പിന്നെന്താ ന്യൂസ് ട്രേഡിംഗ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വെബിനാറിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓൾറെഡി ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു, എന്താണ് ഫോറക്സ് എന്നുള്ളത്. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഫോറക്സ് എന്താണ്, ഫോറക്സിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ടേംസ് കാര്യങ്ങൾ എന്താണ്, സ്പ്രെഡ്, സ്വാപ്പ്, പിപ്പ്, ലിവറേജ്, എവറിത്തിങ് നമ്മൾ ലാസ്റ്റ് വെബിനാറിൽ കവർ ചെയ്തിരുന്നു. പിന്നെ എന്താ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻറ്റ്, പിന്നെ സ്റ്റോപ്പ് ലോസ്, ടേക്ക് പ്രോഫിറ്റ്, ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തിരുന്നു. സോ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് റിസ്ക്, അതെങ്ങനെ മാനേജ് ചെയ്യാം, റിസ്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അത് എങ്ങനെ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാം എന്നുള്ളത് ആണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ന്യൂ ജോയിനീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ മൈസെൽഫ് അമൽ, ഞാനിവിടെ സ്മാർട്ട് ഫിക്സിൽ ഒരു 3 വർഷമായി വർക്ക് ചെയ്യുന്നത്. സോ ആസ് എ റിലേഷൻഷിപ്പ് മാനേജർ. സോ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് ബിസിനസ് ബേയിലാണ്. നമ്മുടെ ഓഫീസ് വരുന്നത് ബേ സ്ക്വയറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വരാം. ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു സെമിനാർ പോലെ PPT പ്രസന്റേഷനിലൂടെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഓക്കെ. സോ നമ്മൾക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഫോറക്സും റിസ്ക് മാനേജ്മെന്റും. എന്താണ് ഫോറക്സ്, എന്തുകൊണ്ടാണ് റിസ്ക് മാനേജ്മെന്റ് നിർണായകമാകുന്നത്? അതായത് ഇപ്പോൾ ഫോറക്സ് എന്നുള്ളത് എന്താണ്, അതെങ്ങനെ റിസ്ക്കുമായിട്ട് കമ്പയർ ചെയ്ത് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫോറക്സ് എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ഫോറക്സ് എന്ന് പറയുന്നത്? സോ ഫോറക്സ് എന്ന് പറയുന്നത് കറൻസി എക്സ്ചേഞ്ച് ആണ്. നമ്മൾ എന്താ കറൻസികൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അതും എന്താ ഇന്റർനാഷണൽ ആയിട്ടുള്ള കറൻസീസ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള US ഡോളർ, യൂറോ, ജാപ്പനീസ് യെൻ, ബ്രിട്ടീഷ് പൗണ്ട്, ഇങ്ങനത്തെ കറൻസീസ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? സോ അതാണ് ഫോറക്സ് എന്ന് പറയുന്നത്. പക്ഷേ റിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? റിസ്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ട്രേഡറുടെ നിക്ഷേപത്തെ വിപണിയിലെ ചലനങ്ങൾ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയാണ് ട്രേഡിംഗ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആൾക്കറിയാം എന്ത്, ഒരിക്കലും പ്രോഫിറ്റ് മാത്രമായിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. എപ്പോഴും എന്താ, ലോസും അതിൻ്റെ ഭാഗമായിരിക്കും. സോ ആ ലോസ് എങ്ങനെ മിനിമൈസ് ചെയ്യാന്ന് അറിയണതിനെയാണ് നമ്മൾ റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒരിക്കലും ഒരു ട്രേഡർ ട്രേഡ് ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ മാത്രമായിരിക്കില്ല, ആൾക്ക് റിസ്ക് ഉണ്ടാകും. എന്താ, ലോസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ പ്രധാന സന്ദേശം, ഫോറക്സിൽ റിസ്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയില്ല. കണ്ടോ, റിസ്ക് എപ്പോഴും അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ നമ്മളൊരു കോയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറോ ഇപ്പുറോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു സൈഡിൽ ലോസും ഒരു സൈഡിൽ പ്രോഫിറ്റും ഉണ്ടാവും. സോ ഒരു കോയിൻ പോലെയാണെന്നാണ് പറയുക, പ്രോഫിറ്റ് ആൻഡ് ലോസ്. സോ അതെന്താ, നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പകരം അത് ശരിയായി മനസ്സിലാക്കുകയും ഫലപ്രദമായി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായോ? അതിനെക്കുറിച്ച് പഠിക്കുക, എന്താണ് റിസ്ക് മാനേജ്മെന്റ്, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്, നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കണം. മനസ്സിലായോ? അതിന് എന്താ, റിസ്ക് ടു റിവാർഡ് റേഷ്യോ, ഇത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. സോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. റിസ്ക് മാനേജ്മെന്റിന്റെ അവലോകനം. ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് റിസ്ക് മാനേജ്മെന്റ്. അതായത് ട്രേഡിംഗ് എന്നല്ല, ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ വിചാരിക്കുക. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്തൊക്കെയാണ് തിങ്ക് ചെയ്യുന്നത്, ആൾ അതിനെക്കുറിച്ച് പഠിക്കും, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, പിന്നെ അതിന് എത്ര ലാഭം കിട്ടും, എത്ര നഷ്ടം കിട്ടും, അതായത് ഞാൻ എത്ര ക്യാപിറ്റൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ പോയി ഞാനൊരു ലോസിന്റെ ഇതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ബാക്കപ്പ് ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുണ്ടോ, ഇതൊക്കെ നമ്മൾ നോക്കും ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ. സെയിം മെത്തേഡ് നമ്മൾ എന്താ, ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നോക്കണം. ട്രേഡിങ്ങിൽ ഇതേപോലെ തന്നെ എനിക്ക് എത്ര ഇതിനെക്കുറിച്ച് മനസ്സിലായി, അതാണ് ഞാൻ പറയുന്നത്, എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. എനിക്ക് എത്ര ക്യാപിറ്റൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ പറ്റി നമ്മൾ തന്നെ ഒരു അനാലിസിസ് ചെയ്യുക, എനിക്ക് എത്ര ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഇനി അത് പോയാൽ തന്നെ എനിക്ക് ബാക്കപ്പ് പ്ലാൻ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ബാക്കപ്പ് ചെയ്യാനായിട്ട് ഫണ്ട് ഉണ്ടോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടിസ്ഥാനപരമായി റിസ്ക് മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളുടെ നഷ്ടം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ലാഭകരമാകാനുള്ള അവസരം ലഭിക്കും. മനസ്സിലായോ?
നിങ്ങൾ എത്ര നഷ്ടം വരുത്തുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അതിൽ കൂടുതൽ ലാഭകരമാക്കാനുള്ളത് നിങ്ങൾക്ക് കിട്ടും. അതായത് റിസ്ക് ഒരുപാട് പേര് ഈ ഒരു മാർക്കറ്റിൽ എന്താ കൂടുതൽ എടുക്കുക, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് പഠിക്കാതെ തോന്നിയ പോലെ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്താ പ്രോഫിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? കൂടുതലും നമുക്ക് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് ഒരു ട്രേഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ട്രേഡ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 8 എണ്ണം പ്രോഫിറ്റ് ആയിരിക്കും, 2 എണ്ണം ലോസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ആ 2 ലോസിനെ കുറിച്ചിട്ട് അവർ തിങ്ക് ചെയ്യണില്ല. അവരെന്താ ആ 8 എണ്ണം പ്രോഫിറ്റ് ആയല്ലോ എന്നുള്ള ചിന്ത മാത്രമേ അവർക്കുള്ളൂ. ആ 2 ലോസ് ആയത് അവർ ചിന്തിക്കുന്നില്ല, അതെങ്ങനെ വന്നു അതിനെക്കുറിച്ച് അവർ നോക്കില്ല. ജേണൽ പോലെ കീപ്പ് ചെയ്തിട്ട് നോക്കണം. എപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ജേണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഒരു ബിസിനസ്സിനോ പ്രൊജക്റ്റിനോ ഉണ്ടാക്കാൻ ആ, സാധ്യതയുള്ള അപകട സാധ്യതകളെ കുറിച്ച് തിരിച്ചറിയുകയും അവയുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് റിസ്ക് മാനേജ്മെന്റ്. കണ്ടോ, നമ്മൾ മാനേജ് ചെയ്യുക. അപ്പൊ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്താണ്? എനിക്ക് അടുത്ത പ്രാവശ്യം ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് അടുത്ത പ്രാവശ്യം ലോസ് വരാതിരിക്കാനുള്ള മെത്തേഡ് എന്താണ്, ടെക്നിക്ക് എന്താണ്, അതിനുള്ള ഇനീഷ്യേറ്റീവ് എന്താണെന്ന് നോക്കണേനെയാണ് നമ്മൾ എന്താ പറയുക, റിസ്ക് മാനേജ്മെന്റ് എന്ന് പറയുക. സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സ്വയം പരിരക്ഷിക്കാനും സ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു മുൻകരുതൽ തന്ത്രമാണിത്. സോ നമുക്കൊരു മുൻകരുതൽ ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് നോക്കാം. അതായത് ഇവിടെ 2 ട്രേഡേഴ്സിന്റെ റിസ്കുകൾ, എത്രത്തോളം റിസ്ക് എടുക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ചാർട്ട് പോലെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് എന്താ ഇവിടെ നോക്കിയാൽ മതി. ട്രേഡ് ടോട്ടൽ അക്കൗണ്ട് 2% റിസ്ക്, ടോട്ടൽ അക്കൗണ്ട് 10% റിസ്ക്. അതായത് 2 ട്രേഡേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനാണ് ഞാൻ എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. മനസ്സിലായോ? സോ 2 ട്രേഡേഴ്സ് ഇവിടെ ട്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ട്രേഡർ എ, ട്രേഡർ ബി. ട്രേഡർ എയുടെ അക്കൗണ്ടിൽ എത്രയാ? 20,000 ഉണ്ട്. ട്രേഡർ ബിയുടെ അക്കൗണ്ടിൽ എത്രയാ? 20,000 ഉണ്ട്. പക്ഷെ അവരെടുക്കുന്ന റിസ്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ട്രേഡർ എ 2% റിസ്ക് ചെയ്യുന്നുള്ളൂ. ട്രേഡർ ബി എന്താ ചെയ്യുന്നത്? ആളുടെ അക്കൗണ്ടിന്റെ 10% റിസ്ക് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങളും അതേപോലെ തന്നെ ഇത് ലാസ്റ്റ് ട്രേഡ് 20 ട്രേഡ് കഴിയുമ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മനസ്സിലായോ? സോ ട്രേഡർ എ എന്താ ചെയ്തത്? 2% റിസ്ക് എടുത്തിട്ട് ട്രേഡ് ചെയ്തപ്പോൾ ആളുടെ എത്ര ലോസ് ആയി? 2%. ലോസ് ആണ് കേട്ടോ ഇവിടെ, പ്രോഫിറ്റ് അല്ല നമ്മൾ നോക്കുന്നത്, ലോസ് ആണ്. $20,000 ഡെപ്പോസിറ്റ് ചെയ്ത എ 2% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്തപ്പോൾ $400 ആൾക്ക് ലോസ് ആയി. മനസ്സിലായോ? ബാക്കി ആളുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്? രണ്ടാമത്തെ ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. 19,600 ആണ് ആളുടെ അക്കൗണ്ടിലുള്ളത്. മനസ്സിലായോ? വൈസ് വേഴ്സ, ട്രേഡർ ബി $20,000 ഡെപ്പോസിറ്റ് ചെയ്ത ട്രേഡർ ബി 10% കൂടുതൽ റിസ്ക് എടുത്ത് ചെയ്തു. അതായത് 2%ന്റെ 5 ഇരട്ടി 10% റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്തപ്പോൾ എന്താണ്? $2,000 ആളുടെ നിന്ന് പോയി. ബാക്കി ആളുടെ അക്കൗണ്ടിൽ എത്രയുണ്ട്? 18,000 ആണ് ആളുടെ ബാക്കി ഇതുള്ളത്. മനസ്സിലായോ? വീണ്ടും എന്ത് ചെയ്തു? 2% റിസ്ക് എടുത്തിട്ട് ട്രേഡർ ബി വീണ്ടും ട്രേഡ് ചെയ്തു. അപ്പൊ എത്രയാ? 392 ആളുടെ നിന്ന് പോയി. ബാക്കി എത്രയാ? 19,208 ആളുടെ ഇതിൽ ബാക്കി. പക്ഷേ ട്രേഡർ ബി വീണ്ടും 10% റിസ്ക് എടുത്ത് ചെയ്തു. ആളുടെ അക്കൗണ്ടിൽ നിന്ന് $1,800 വീണ്ടും പോയി. ആളുടെ അക്കൗണ്ട് പെട്ടെന്ന് എന്താ? 16,200ആയി. അങ്ങനെ താഴത്തോട്ട് നോക്കുക. ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് ട്രേഡ് ചെയ്ത് 2% ട്രേഡർ ബി 10% ട്രേഡ് ചെയ്ത് ലാസ്റ്റ് 19ാമത്തെ ട്രേഡ് എത്തിയപ്പോൾ എന്തായി? 19ാമത്തെ ട്രേഡ് എത്തിയപ്പോൾ ആളുടെ ബാലൻസ് 13,903ആയി. മനസ്സിലായോ? 2% ട്രേഡ് എടുത്ത ആളുടെ. ട്രേഡർ ബീരെ എന്തായി? 10% റിസ്ക് എടുത്ത് വെറും $3,002 മാത്രമേ ആളുടെ അക്കൗണ്ടിലുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി, 2% റിസ്ക് എടുക്കുന്ന വ്യക്തിയിൽ ഒരുപാട് ക്യാഷ് ബാക്കി വന്നു. പക്ഷേ ട്രേഡർ ബി 10% റിസ്ക് എടുത്തായതുകൊണ്ട് ആൾക്ക് എന്താ? വെറും 3,000 മാത്രമേ ആളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അപ്പൊ മനസ്സിലായല്ലേ? നമ്മൾ റിസ്ക് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് നമ്മൾക്കുള്ള എന്താ റിവാർഡ് റേഷ്യോ, അതായത് ബാക്കിയുള്ളത് എന്താണോ അത് കുറച്ച് കൂടും. നമ്മളുടെ പ്രോഫിറ്റോ എന്തും ആയിക്കോട്ടെ, അത് വളരെയധികം കൂടും. പക്ഷേ റിസ്ക് കൂടുതൽ എടുക്കുന്തോറും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞു 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 വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ എന്താ പറയുന്നത്, എപ്പോഴും റിസ്ക് മാനേജ് ചെയ്യണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ ട്രേഡർ എനെ പോലെ ആവാൻ നോക്കുക, റിസ്ക് കുറച്ചിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? ഒരൊറ്റ ട്രേഡിൽ നിങ്ങളുടെ അക്കൗണ്ടിന്റെ 10% റിസ്ക് ചെയ്യുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിന്റെ 2% റിസ്ക് ചെയ്യുന്നത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ട്രേഡർ എയും ട്രേഡർ ബിയും തമ്മിലുള്ള വ്യത്യാസം ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് തുടർച്ചയായി 19 ട്രേഡുകൾ നഷ്ടമാവുകയും തുടർച്ചയായി 19 ട്രേഡുകൾ നഷ്ടപ്പെടുകയും ചെയ്താൽ, ഓരോ ട്രേഡിലും 10% റിസ്ക് ചെയ്താൽ 20,000-ൽ നിന്ന് 3,002 മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. കണ്ടോ, ബാക്കി $3,002 ഉള്ളൂ. നിങ്ങളുടെ അക്കൗണ്ടിന്റെ 85%-ലധികം നിങ്ങൾ നഷ്ടപ്പെടുത്തി. റിസ്ക് ചെയ്തിട്ട്, റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ചെയ്തിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തി. നിങ്ങൾ 2% മാത്രം റിസ്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോഴും 13,903 13,903 നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ 30% മാത്രം നിങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളൂ. മനസ്സിലായോ? സോ അതാണ് റിസ്ക് വളരെ മാനേജ് ചെയ്യേണ്ടത്, വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. റിവാർഡ് ടു റിസ്ക് അനുപാതം, അതായത് റിവാർഡ് ടു റിസ്ക് റേഷ്യോ. നിങ്ങളുടെ ലാഭസാധ്യത വർദ്ധിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് റിസ്ക് ചെയ്യുന്നതിനേക്കാൾ 3 മടങ്ങ് കൂടുതൽ സമ്പാദിക്കാനുള്ള സാധ്യതയുള്ളപ്പോൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്വയം 3:1 റിവാർഡ് ടു റിസ്ക് അനുപാതം നൽകിയാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ലാഭകരമായി അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് വളരെയധികം കുറയ്ക്കാൻ നോക്കുക റിസ്ക്. ട്രേഡ് വളരെയധികം 2% വളരെയധികം കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താ നിങ്ങളുടെ അക്കൗണ്ട് യൂസ്ഫുൾ ആയി നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ അവിടെ വെറുതെ കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കുറെ ട്രേഡ് എടുത്ത് കുറെ ക്യാഷ് കളയാനല്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. നമ്മൾ എന്തിനാ കറക്റ്റായി അത് പ്രോപ്പറായി ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ എന്താ അത് പ്രോപ്പറായിട്ട് ജേണലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ എന്താ ലോങ് ടേം ആയി കൊണ്ടുപോകണം. അല്ലാതെ ഷോർട്ട് ടൈമിൽ നമ്മൾ വെറുതെ ട്രേഡ് ഇടുക, വെറുതെ കാശ് കളയുക, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളുടെ അക്കൗണ്ട് എപ്പോഴും എന്തായിരിക്കണം? ലോങ് ടൈമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകണം. സോ അതിനെന്താ റിസ്ക് മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഇനി ഇനി ഞാൻ പറയാൻ പോകുന്നത്, അപ്പൊ റിസ്ക് മാനേജ്മെന്റിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്താണ് റിസ്ക് മാനേജ്മെന്റ്, എത്രത്തോളം എടുക്കണം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇനി നമ്മൾ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഞാൻ ലാസ്റ്റ് ക്ലാസ് ഇത് ചെറുതായി ഒന്ന് പറഞ്ഞിരുന്നു, എന്താണ് ഏത് തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സോ അത് നമുക്കൊന്നൊന്ന് കുറച്ചും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം, എന്താണ് അതിൻ്റെ ഉള്ളിലുള്ള ട്രേഡേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് നോക്കാം. ഓക്കെ. ഓരോ വ്യാപാരിയും അതുല്യരാണ്. ലോകത്ത് 8 ബില്യണിലധികം ആളുകളുണ്ട്. ഒരു വ്യക്തി മറ്റൊരാളെ പോലെയല്ല. ഒരേപോലെ ഇരട്ടകൾക്ക് പോലും വ്യത്യസ്ത വിരലുകളാണ് ഉണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ എന്നെ പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തി ചെയ്യുന്നത്, ആ വ്യക്തിനെ പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തി ചെയ്യുന്നത്. എപ്പോഴും എന്താ അതിൽ എൻഡ് റിസൾട്ട്, ഇപ്പൊ എൻഡ് റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുമിച്ച് ട്രേഡ് ഇട്ടാൽ പോലും അതിന്റെ എൻഡ് റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സെയിം ആയിരിക്കില്ല. അത് എപ്പോഴും എന്താ ഡിഫറെന്റ് ആയിരിക്കുള്ളൂ. സോ അതിൽ നമ്മൾക്ക് വരുന്ന ട്രേഡേഴ്സ് ആണ് വരുന്നത് സ്കാൽപ്പർ, ഡേ ട്രേഡർ, സ്വിംഗ് ട്രേഡർ അല്ലെങ്കിൽ പൊസിഷൻ ട്രേഡർ. ഓക്കെ. 4 തരത്തിലുള്ള ട്രേഡേഴ്സ് ആണ് വരുന്നത്. സ്കാൽപ്പേഴ്സ്, ഡേ ട്രേഡേഴ്സ് അതായത് ഇൻട്രാഡേ ട്രേഡേഴ്സ്, സ്വിംഗ് ട്രേഡേഴ്സും പിന്നെ പൊസിഷൻ ട്രേഡേഴ്സും. സോ 4 തരത്തിലുള്ള ട്രേഡേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ ഏത് തരം ട്രേഡർ ആണ്? ഓക്കെ. സ്കാൽപ്പിംഗ് എന്നത് ഓഹരി വിപണിയിൽ ഒരു ട്രേഡിംഗ് തന്ത്രമാണ്. ചെറിയ വില വ്യത്യാസങ്ങളിൽ നിന്ന് നിരവധി ചെറിയ ലാഭങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഒരു ഓഹരി മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ കൈവശം വെക്കുന്നതിന് പകരം ഒരു സ്കാൽപ്പർ ഒരു ഓഹരി ഏതാനും നിമിഷങ്ങളോ മിനിറ്റുകളോ മാത്രമായിരിക്കും കൈവശം വെക്കുക. അതായത് ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നതാണിത്. അപ്പോൾ നമ്മളൊരു കറന്റ് പ്രൈസ് നോക്കാം. കറന്റ് പ്രൈസ് ഓഫ് ഗോൾഡ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ, ബൈ ആണെന്നുണ്ടെങ്കിൽ എന്താ 3,500 ആണെന്ന് വിചാരിക്കുക. കറന്റ് പ്രൈസ് ഓഫ് ഗോൾഡ് 3,500. സ്കാൽപ്പേഴ്സ് എന്താ ചെയ്യുക? 3,500-ൽ നിന്ന് ബൈ ആണെന്നുണ്ടെങ്കിൽ ഒരു 3,503, 3,504 ആ ഒരു റേഞ്ചിൽ, അതായത് ചെറിയ പോയിന്റ്, അതുപോലെ തന്നെ ചെറിയ സമയത്തിൽ, അതായത് സെക്കൻഡ്സോ മിനിറ്റുകളോട് ഉള്ളിൽ അവർ ആ ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കും. അതാണ് സ്കാൽപ്പേഴ്സ് അഥവാ സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? വെരി സിമ്പിൾ. സ്കാൽപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയ സമയം അവർ മാർക്കറ്റിൽ ഒരു ട്രേഡ് യൂസ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അപ്പം തന്നെ ക്ലോസ് ചെയ്യും. അതായത് വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ്. ഓക്കെ. എന്താണ് സ്കാൽപ്പിംഗ്? വേഗത്തിലുള്ള ഇടപാടുകൾ. വളരെ ചെറിയ വിലമാറ്റങ്ങൾ പിടിച്ചെടുക്കുന്നതിനായി സ്കാൽപ്പർമാർ അതിവേഗം ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ദിവസം മുഴുവൻ ഇത്തരം ചെറിയ ലാഭങ്ങൾ കൂട്ടിച്ചേർത്ത് വലിയൊരു തുകയാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. മനസ്സിലായോ? സോ അവരെന്താ ചെറിയ 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 ട്രേഡുകൾ ഇട്ടിട്ട്, അതായത് ഒരു ട്രേഡിന് ചിലപ്പോൾ $10 കിട്ടുള്ളൂ. അങ്ങനെ അവരെന്ത് ചെയ്യും?
10, 50, 100 ട്രേഡുകൾ ഒരു ദിവസം എടുക്കും, ചെറുത് ചെറുത് ചെറുത്. അങ്ങനെ ഒരു $500, $1000 അതാക്കും. മനസ്സിലായോ? ഇതാണ് സ്കാൽപ്പേഴ്സ് ചെയ്യുക. ഉയർന്ന അളവ് ഓരോ ട്രേഡിൽ നിന്നും ലഭിക്കുന്ന ലാഭം വളരെ ചെറുതായതുകൊണ്ട് ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി സ്കാൽപ്പർമാർ വലിയ അളവിൽ ഓഹരികളോ കരാറുകളോ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നു. അതായത് നമ്മൾക്കറിയാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു വോളിയം എന്താണെന്നുള്ളത്. സോ വോളിയം അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോട്ട് എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ വോളിയം കൂട്ടും, ക്വാണ്ടിറ്റി കൂട്ടിയിട്ടായിരിക്കും ഇവർ ട്രേഡ് ചെയ്യുക. അതായത് ചെറിയ വോളിയം ഇട്ട് ചെറിയ ചെറിയ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ലാഭം ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? വോളിയം കൂട്ടിയിട്ട് ട്രേഡ് ചെയ്യും. മനസ്സിലായോ? വോളിയം വളരെയധികം കൂട്ടും. ഓക്കെ. സാങ്കേതിക വിശകലനത്തിലെ ശ്രദ്ധ. സ്കാൽപ്പർമാർ സാങ്കേതിക വിശകലനങ്ങളെ വളരെയധികം ആശ്രയിക്കുന്നു. ഹ്രസ്വകാല വിലമാറ്റങ്ങൾ പ്രവചിക്കാൻ ചാർട്ടുകളും സൂചകങ്ങളും അവർ ഉപയോഗിക്കുന്നു. ഒരു കമ്പനിയുടെ ദീർഘകാല മൂല്യത്തിലോ വാർത്തകളിലോ അവർ സാധാരണയായി ശ്രദ്ധിക്കാറില്ല. മനസ്സിലായോ? സോ സാങ്കേതിക വിശകലനം എന്ന് വെച്ചാൽ എന്താണ്? ടെക്നിക്കൽ അനാലിസിസ്. സോ അവരെന്താ ടെക്നിക്കൽ അനാലിസിസ് കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ 3 തരം ടെക്നിക്കൽ അനാലിസിസുകളാണുള്ളത്, വിശകലനങ്ങളാണുള്ളത്. ഒന്ന് ഫണ്ടമെന്റൽ. ഫണ്ടമെന്റൽ എന്ന് വെച്ചാൽ എന്താണ്? വാർത്ത വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. രണ്ടാമത്തെയാണ് ടെക്നിക്കൽ എന്ന് പറയുന്നത്. ടെക്നിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് സെന്റിമെന്റൽ അനാലിസിസ്. അത് നമ്മളുടേതായ ഐഡിയ പരമായിട്ട് വെച്ച് ചെയ്യുന്നതിനെയാണ് സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കാൽപ്പേഴ്സ് എന്താ ചെയ്യുക? ടെക്നിക്കലി, അതായത് ചാർട്ടിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് ഇവർ ചെയ്യും. അതാണ് സാങ്കേതിക വിശകലനം അവർ കൂടുതലായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞത്. ടെക്നിക്കൽ അനാലിസിസ് കൂടുതൽ യൂസ് ചെയ്യും സ്കാൽപ്പേഴ്സ്. ചിട്ടയായ സമീപനം. ഈ തന്ത്രത്തിന് വളരെ ചിട്ടയായ സമീപനം ആവശ്യമാണ്. എപ്പോൾ ഒരു ട്രേഡ് തുടങ്ങണം, എപ്പോൾ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരിക്കണം. ഒരൊറ്റ വലിയ നഷ്ടം പോലും നിരവധി ചെറിയ നേട്ടങ്ങളെ ഇല്ലാതാക്കിയേക്കാം. സോ അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ. സോ അതാ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാപാരികൾക്ക് സ്കാൽപ്പിംഗ് വളരെ ആകർഷമാക്കുന്നത് എന്താണ്? ഒരു സാധാരണ മാർക്കറ്റിൽ പോലും വലിയ വിലമാറ്റങ്ങളെക്കാൾ കൂടുതൽ ചെറിയ വിലമാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഒരു സ്കാൽപ്പർക്ക് ഈ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. സോ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഗ്രാഫ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗ്രാഫ് ചാർട്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മോർണിംഗ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ 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 മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ. സോ ചെറിയ ചെറിയ മൂവ്മെന്റിൽ പോലും ഇവരെന്താ മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന പറയാ സ്കാൽപ്പേഴ്സ്. മനസ്സിലായോ? ചെറിയ മൂവ്മെന്റ് മതി അവർക്ക് ട്രേഡ് എടുക്കാനായിട്ട്. ചെറിയ ലാഭം നേടാനായി സ്കാൽപ്പർമാർക്ക് ഒരു ദിവസം 100 കണക്കിന് ട്രേഡുകൾ വരെ ചെയ്യാൻ കഴിയും. ഒരു വ്യാപാര ദിവസത്തിന്റെ അവസാനം എല്ലാ ട്രേഡുകളും അവസാനിപ്പിക്കും. അവരെന്താ ഒരു ദിവസം കൊണ്ട് എല്ലാ ട്രേഡും അവസാനിപ്പിച്ചിരിക്കും. ചാർട്ടുകളിൽ തുടർച്ചയായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ട്രേഡിംഗ് രീതിയാണിത്. ഈ രീതിയിൽ വിജയിക്കാൻ അതിയായ ശ്രദ്ധയും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള കഴിവും ആവശ്യമാണ്. വേഗതയേറിയതും വെല്ലുവിളി നിറഞ്ഞതുമായ ഈ വ്യാപാര രീതി എല്ലാവർക്കും അനുയോജ്യമായിരിക്കില്ല. മനസ്സിലായോ? ഇതെല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. പിന്നെ നമുക്ക് വരുന്ന ട്രേഡിംഗ് ആണ് എന്ത്? ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവരെന്താ വിത്തിൻ 1 ഡേ അവർ ട്രേഡ് ക്ലോസ് ചെയ്യും. അതാണ് ഡേ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. സോ അവരെന്താ, ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു 3500 നിൽക്കുന്ന ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ബൈ ആണെന്നുണ്ടെങ്കിൽ എന്താ, ഇവർ വെയിറ്റ് ചെയ്യും. ഒരു ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് 3515, 3520 ആ ഒരു റേഞ്ച്, ഒരു ഇത്തിരി വലിയ റേഞ്ചിൽ എത്തുമ്പോൾ ക്ലോസ് ചെയ്യുന്നവരെയാണ് ഡേ ട്രേഡേഴ്സ് എന്ന് പറയുക. സോ അവരെന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എന്താണ്? വിത്തിൻ 1 ഡേ അവര് അത് ക്ലോസ് ചെയ്ത് കളഞ്ഞിരിക്കും. മനസ്സിലായോ? വിത്തിൻ 1 ഡേ. പിന്നെ സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇന്നൊരു ട്രേഡ് ഇട്ടിട്ട് അത് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്യാതെ പിറ്റേ ദിവസത്തേക്ക് കൊണ്ടുപോവാണ്. പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ആ ട്രേഡ് കൊണ്ടുപോവാണ്. രാത്രി 12 മണിയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്ക് നമ്മൾ ആ ട്രേഡ് കൊണ്ടുപോവാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും? സ്വിംഗ് ട്രേഡേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? ദിവസങ്ങളോ ആഴ്ചകളോ അതുപോലെ തന്നെ വാർത്തകൾ ഇതൊക്കെ നോക്കിയിട്ട് കൂടുതൽ നേരം അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളും ആഴ്ചകളും വെക്കുന്നതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് എന്ന് പറയാം. പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പൊസിഷൻ ട്രേഡേഴ്സ് മാസങ്ങളോ വർഷങ്ങളോ ട്രേഡുകൾ നിലനിർത്തുന്ന ദീർഘകാല നിക്ഷേപകരാണിവ. അതായത് പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ഒക്കെ ഉള്ളത്. അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് അവർ തിരിഞ്ഞു നോക്കില്ല. മനസ്സിലായോ? അതിനെക്കുറിച്ച് കുറച്ച് കാലം കഴിഞ്ഞിട്ട്, അതായത് മാസങ്ങൾ വെയിറ്റ് ചെയ്യും, വർഷങ്ങൾ വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ അതിനെക്കുറിച്ച് ബോധേഡാണ്. സോ അതാണ് നമ്മൾ പൊസിഷൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ?
ഡേ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തെ ട്രേഡിംഗ് സമയപരിധിക്കുള്ളിൽ പൊസിഷനുകൾ തുറക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഡേ ട്രേഡിംഗ്. ചെറിയ വില വ്യത്യാസങ്ങളിൽ നിന്ന് ലാഭം നേടുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുത്ത് ദിവസം അവസാനിപ്പിക്കുമ്പോൾ അത് പൂർത്തിയാക്കുന്നതാണ് ഇതിന്റെ രീതി. അപ്പോൾ എന്താണ്, ഡേ ട്രേഡേഴ്സ് വലിച്ചു വാരി എന്താ സ്കാൽപ്പേഴ്സ് ചെയ്യുന്ന പോലെ ട്രേഡ് ഇടില്ല. അവർ ഒരെണ്ണം ഇട്ടിട്ട് അത് വെയിറ്റ് ചെയ്ത് പ്രോഫിറ്റ് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അതാണ് ഡേ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ട്രേഡുകൾ നിലനിർത്താൻ ഡേ ട്രേഡർമാർ ഇഷ്ടപ്പെടുന്നില്ല. വ്യാപാര തീരുമാനങ്ങൾ എടുക്കുന്നതിനായി ഏറ്റവും പുതിയ സാമ്പത്തിക വാർത്തകളെക്കുറിച്ചും അടിസ്ഥാന സംഭവങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സോ ഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ, ഫണ്ടമെന്റൽ അനാലിസിസ്, കൂടുതലായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് അത് മൂവ്മെന്റ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഡേ ട്രേഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ പരിഗണിക്കേണ്ട ചില കാര്യങ്ങൾ. ഒരു ദിശ തിരഞ്ഞെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഏറ്റവും പുതിയ അടിസ്ഥാന ഇവന്റുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അതായത് ഞാൻ പറഞ്ഞു, ഇൻഡിക്കേറ്റേഴ്സ്, നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എക്കണോമിയിൽ എന്താണ് നടക്കുന്നത് അതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. സോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. സോ ഇവന്റുകൾ, ഈ എന്തൊക്കെയാണ് നടക്കുന്നത്, ആ മാർക്കറ്റിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പുതിയ സാമ്പത്തിക വാർത്തകളിൽ നിങ്ങളെ തന്നെ കാലികമായി നിലനിർത്താൻ നിങ്ങൾ ആഗ്രഹിക്കും. അതുവഴി നിങ്ങൾക്ക് ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ വ്യാപാര തീരുമാനങ്ങൾ എടുക്കാനാകും. അതായത് സപ്പോർട്ടും റെസിസ്റ്റൻസും എങ്ങനെയാണ്, അത് എവിടെയാണെന്നുള്ളത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റും. ബൈ ആണോ ഇത്, സെല്ലാണോ, എന്നിട്ടായിരിക്കും അവർ ആ ട്രേഡ് ഇടുന്നത്. മനസ്സിലായോ? നിങ്ങളുടെ വ്യാപാരം നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? നിങ്ങൾക്ക് ഒരു മുഴുവൻ സമയ ജോലി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജോലിക്കും വ്യാപാരത്തിനും ഇടയിലുള്ള സമയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പരിഗണിക്കുക. അതായത് ഇപ്പോൾ സ്കാൽപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത്, ഇപ്പൊ സെക്കൻഡുകൾക്കുള്ളിൽ മിനിറ്റുകൾക്കുള്ളിൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തികൾ എന്തായിരിക്കും, എപ്പോഴും ട്രേഡേഴ്സ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അവർ ഫുൾ ടൈം ട്രേഡേഴ്സ് ആയിരിക്കും. അതിലിരുന്നിട്ട് വെയിറ്റ് ചെയ്ത് ട്രേഡ് എടുക്കും. പക്ഷേ ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്താ ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ വർക്ക് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, തിരക്കിലാണ്, ജോബ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? വൈകുന്നേരം ആ ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ക്ലോസ് ചെയ്താൽ മതിയാവും. ഓക്കെ. സോ ഡേ ട്രേഡിങ്ങിന്റെ തരങ്ങൾ. അപ്പോൾ ഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു ദിവസം ഇരുന്ന് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും വ്യത്യസ്തമായ തരങ്ങളുണ്ട്. അതിൽ ഒന്നാണ് എന്താണ്, ട്രെൻഡ് ട്രേഡിംഗ്. നമ്മൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. എങ്ങോട്ടാണ് ഇതിന്റെ ട്രെൻഡ് പോകുന്നത്. ഇപ്പോൾ ചില ദിവസം ബുള്ളിഷ് ആയിരിക്കാം, ചില ദിവസം ബേറിഷ് ആയിരിക്കാം. ബുള്ളിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോവാം, ബേറിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തേക്ക് വരാം. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യും, ബുള്ളിഷ് മുകളിലേക്കാണ് ഇന്നത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെൻഡ് നോക്കി ചെയ്യണേനെയാണ് നമ്മൾ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. മൊത്തത്തിലുള്ള ട്രെൻഡ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ചെറിയ ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് നീങ്ങുകയും ആ പ്രവണതയുടെ ദിശയിൽ ട്രേഡിംഗ് അവസരങ്ങൾ തേടുകയും ചെയ്യുന്നു. കുറഞ്ഞ സമയ ഫ്രെയിം ചാർട്ടുകൾ സൂചകങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ എൻട്രികൾ എപ്പോൾ നൽകണമെന്ന് നിങ്ങൾക്ക് ആശയം നൽകും. സോ ട്രെൻഡ് നോക്കി ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താ വരുന്നത്, കൗണ്ടർ ട്രെൻഡ് ഡേ ട്രേഡിംഗ്. അപ്പോൾ കൗണ്ടർ ട്രെൻഡ് ഡേ ട്രേഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട്, അതായത് ട്രെൻഡ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ട്രെൻഡ് ട്രേഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ദിശയിലേക്ക് പോകുമ്പോൾ അത് ഓപ്പൺ ചെയ്യും. കൗണ്ടർ ട്രെൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ദിശയിലേക്ക് അത് പോവാണ്. ഇപ്പോൾ ബൈ ആണ് പോകുന്നുണ്ടെങ്കിൽ, ട്രെൻഡ് ബൈയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തട്ടുമ്പോൾ എന്തായാലും ഒരിക്കലും പ്രൈസ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കില്ല. അതിനൊരു റിവേഴ്സ് ഉണ്ടാവും. ആ റിവേഴ്സ് നോക്കി ചെയ്യുന്നതിനെയാണ് നമ്മൾ കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അത് തിരിക്കുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കും. അതിനെയാണ് കൗണ്ടർ ട്രെൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ട്രേഡിന്റെ അവസാനം കണ്ടെത്തുകയും ട്രെൻഡ് വിപരീതമാകുമ്പോൾ, കണ്ടോ, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്. ഈ സെക്കൻഡ് പോയിന്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു ട്രെൻഡ് നമ്മൾ നോക്കിയിട്ട് കണ്ടെത്തുകയും ഒരു ട്രെൻഡ് പോയി അവിടെ എത്തിക്കഴിയുമ്പോൾ അത് വിപരീതം തിരിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഉദാഹരണത്തിൽ 4 അവർ ചാർട്ടിൽ ദൈർഘ്യമേറിയതും ക്ഷീണിച്ചതുമായ ഒരു ഡൗൺ ട്രെൻഡ് ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. ഇത് നമ്മൾക്ക് നൽകുന്നു വിപണി ഒരു തിരിച്ചടിക്ക് തയ്യാറാകുമെന്ന സൂചന. നമുക്കറിയാം അതൊരു തിരിച്ച് കയറാനോ ഇറങ്ങാനോ ഉള്ള ചാൻസ് വരുമ്പോൾ അപ്പോൾ ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെന്താ, റേഞ്ച് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റേഞ്ച് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും. അതായത് നമ്മളറിയാം, നമ്മൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കുമ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ റേഞ്ചിന്റെ ഉള്ളിൽ വെച്ച് ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഞ്ച് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ചാനൽ ട്രേഡിംഗ് എന്ന് ചിലപ്പോൾ പരാമർശിക്കുന്നു. അതായത് റേഞ്ച് ട്രേഡിങ്ങിന്റെ മറ്റൊരു പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ട്രേഡിംഗ് എന്നാണ് മറ്റൊരു പേര്. സോ ഇത് സമീപകാല വില പ്രവർത്തനത്തെ കുറിച്ച് മനസ്സിലായിക്കൊണ്ട് ആരംഭിക്കുന്ന ഒരു ഡേ ട്രേഡിംഗ്
തന്ത്രമാണ്. സോ ഇതും നമ്മൾക്ക് എന്താ ട്രെൻഡ് ട്രേഡിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് എന്താ, നാലാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ് എന്നത്, ദിവസത്തിലെ ചില സമയങ്ങളിൽ ഒരു ജോഡി ഉണ്ടാക്കിയ റേഞ്ച് നിങ്ങൾ നോക്കുകയും തുടർന്ന് രണ്ട് ദിശയിലേക്കും ബ്രേക്ക് ഔട്ട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഇരുവശത്തും ട്രേഡ് ചെയ്യുന്നതാണ്. അതായത് ഹെഡ്ജിങ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ, അതായത് നമ്മൾ സെല്ലും ചെയ്യും ബൈയും ചെയ്യും. സോ ഒരു ജോഡി ഇറുകിയ ശ്രേണിയിലായിരിക്കുമ്പോൾ ഇത് പ്രത്യേകിച്ചും ഫലപ്രദമാണ്. കാരണം ഇത് സാധാരണയായി ജോഡി ഒരു വലിയ നീക്കം നടത്താൻ പോകുന്നതിന്റെ സൂചിയാണ്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യം സ്വയം സജ്ജമാവുക എന്നതാണ്. അങ്ങനെ നീക്കം നടക്കുമ്പോൾ നിങ്ങൾ തിരമാല പിടിക്കാൻ തയ്യാറാണ്. അതായത് ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ട്രേഡിംഗ് ചെയ്യും. അതായത് ബൈയും ചെയ്യും സെല്ലും ചെയ്യും. സോ അതിനനുസരിച്ച് നിങ്ങൾ ഹെഡ്ജിങ് നോക്കി ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ട്രേഡേഴ്സ് എന്ന് മനസ്സിലാക്കി. ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നതാണ് സ്കാൽപ്പേഴ്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, സ്കാൽപ്പേഴ്സ് എന്ന് പറയുന്നത്. സ്കാൽപ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ചുരുങ്ങിയ നിമിഷങ്ങൾ, സെക്കൻഡ്സോ മിനിറ്റ്സോ അവർ ട്രേഡ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരുപാട് ട്രേഡ് ചെയ്യുന്നവരെയാണ് സ്കാൽപ്പേഴ്സ് എന്ന് പറയുക. രണ്ടാമത് വരുന്നതാണ് എന്താണ്, ഇൻട്രാഡേ എന്ന് പറയുന്നത്. സോ ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഡേ അവർ ഒരു ദിവസത്തിനുള്ളിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്തിരിക്കും. പിന്നെ വരുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ്. സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 ദിവസമോ ആഴ്ചകളോ മാസങ്ങളോ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഇനി പൊസിഷൻ ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസങ്ങളോ വർഷങ്ങളോ പേഷ്യൻസ് ഉള്ള ആളുകൾ ചെയ്യുന്നതാണ് എന്ത്, ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്, പൊസിഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ വേറൊരു കാര്യം കൂടി നോക്കി. ഇൻട്രാഡേയിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്, ട്രെൻഡ് ട്രേഡിംഗ്, കൗണ്ടർ ട്രെൻഡ് ട്രേഡിംഗ്, പിന്നെന്താ റേഞ്ച് ട്രേഡിംഗ്, അതുപോലെ തന്നെ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ്. അപ്പോൾ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ട്രെൻഡ് നോക്കിയിട്ട് ഇതിന്റെ ട്രെൻഡ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ നോക്കി ചെയ്യണതിനെയാണ് നമ്മൾ ട്രെൻഡ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. കൗണ്ടർ ട്രെൻഡ് എന്താണ്, ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യുന്നതിനാണ് കൗണ്ടർ ഡേ ട്രെൻഡ് എന്ന് പറയുന്നത്. റേഞ്ച് ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളൊരു റേഞ്ച് നോക്കിയിട്ട് ഇന്ന ഇതിന്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി ചെയ്യുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ബ്രേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ബൈയും സെല്ലും ഹെഡ്ജ് ചെയ്യണ പോലെ ബൈയും സെല്ലും ഇട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ റിസ്ക് മാനേജ്മെന്റ് കവർ ചെയ്തു, ഏതൊക്കെ തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ടെന്ന് കവർ ചെയ്തു. ഇനി വരുന്നതാണ് ന്യൂസിനെ കുറിച്ചിട്ട്, അതായത് ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിന്റെ വെബ്സൈറ്റ് കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോണത്. സോ ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടാവും, അത് ചോദിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ഇതിന്റെ യൂട്യൂബ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ അതും എൻ്റെ അടുത്ത് ചോദിക്കുക, അപ്പൊ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, സോ സാമ്പത്തിക സൂചകങ്ങൾ. എന്താണ് സൂചകങ്ങൾ? ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള പ്രധാന സ്ഥിതി വിവര കണക്കുകളാണ് സാമ്പത്തിക സൂചകങ്ങൾ. ഇവ ഒരു രാജ്യത്തെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് സൂചന നൽകുന്നു. അതായത് നമ്മളൊരു എക്കണോമിനെ കുറിച്ച് പഠിക്കുന്നതാണ് സൂചകങ്ങൾ പറയുന്നത്, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. സൂചകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ, ഈ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ. സോ അത് നമുക്ക് ഒരുപാട് രീതിയിൽ, അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്കണോമിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. സോ ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലിശ നിരക്ക്, ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ട്, പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും എന്താണ് ഇൻഫ്ലേഷൻ, റിസഷൻ എന്നുള്ളത്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വിലക്കയറ്റം, റിസഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വില കുറവ്, മനസ്സിലായോ, എല്ലാത്തിനും വില കുറയുന്നത്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് എല്ലാ ദിവസവും എന്താ മാർക്കറ്റ് ഉള്ളപ്പോൾ മൺഡേ ടു ഫ്രൈഡേ നമുക്ക് വരും. സോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിനൊക്കെ വളരെയധികം മൂവ്മെന്റ്സ് മാർക്കറ്റിൽ ഉണ്ടാവും. അതായത് ഇപ്പൊ ഞാനൊരു ട്രേഡറാണ്, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഫണ്ടമെന്റൽ അനാലിസിസ് അറിയില്ല. ഞാൻ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ ഒരു 4:30 സമയത്ത്, ദുബായ് ടൈമിംഗ് 4:30 സമയത്ത് വളരെ വലിയ മൂവ്മെന്റ്. അപ്പൊ ഇല്ല എന്താണെന്നുള്ളത്. സോ അവിടെ എന്താ, അവിടെ എക്കണോമിക് ഇവന്റ് കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ട് അവിടെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. സോ അതിന്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും നമ്മൾക്ക് അതിന്റെ മൂവ്മെന്റ് വരാം. സോ ഇതിനെക്കുറിച്ച് അറിയാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ട്രേഡ് റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല നല്ല മൂവ്മെന്റ്സ് വരും. ഇപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കാര്യം പറഞ്ഞു, ഈ ഇൻഡിക്കേറ്ററിന്റെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം മൂവ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നത് മാസത്തിൽ ഒരിക്കൽ, ഇതിനെ FOMC റിപ്പോർട്ട് എന്ന് പറയും, ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി റിപ്പോർട്ട്. സോ FOMC റിപ്പോർട്ട് നമ്മൾക്ക് എന്താ മാസത്തിൽ ഒരു തവണയൊക്കെ വരും. അപ്പൊ ഞാനത് ഫണ്ടമെന്റൽ പാർട്ടിൽ വെബ്സൈറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ,
പിന്നെ വരുന്നതാണ് CPI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, പ്രൈസിനെ കുറിച്ച് പറയുന്നതാണ് എന്ത്, ആ, പണപ്പെരുപ്പം, അതായത് CPI എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. പിന്നെ എന്താ, തൊഴിലില്ലായ്മ, ആളുകളുടെ കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്ക് ശക്തമായ സമ്പദ് വ്യവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഇത് കറൻസിയുടെ മൂല്യം ഉയർത്താൻ കഴിയും, മനസ്സിലാകാം. സോ അൺഎംപ്ലോയ്മെന്റ്, അതുപോലെ തന്നെ CPI, ഇൻട്രസ്റ്റ് റേറ്റ്, ഇനി GDP ഉണ്ടാവും. GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലായോ. സോ ഒന്നുമില്ല, ഒരു എക്കണോമിനെ കുറിച്ച് നമ്മൾ പഠിക്കണതാണ്. അവിടുത്തെ പലിശ നിരക്ക് എത്രയാണ്, പ്രൈസ് എത്രയാണ് സാധനങ്ങളുടെ, പ്രൊഡക്ഷൻ എന്തോരം പോകുന്നു, ആളുകൾക്ക് തൊഴിലില്ലായ്മയാണോ തൊഴിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരു എക്കണോമിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്താ എക്കണോമിക് ഇവന്റുകൾ വരും, മനസ്സിലായോ. സോ വാർത്ത വേഴ്സസ് സൂചകങ്ങൾ. സോ വാർത്തയും ന്യൂസും ഇൻഡിക്കേറ്റേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുൻകൂട്ടി നിശ്ചയിച്ച ഡാറ്റ അധിഷ്ഠിത സൂചകങ്ങളും പെട്ടെന്നുണ്ടാകുന്ന അപ്രതീക്ഷിതമായ വാർത്താ സംഭവങ്ങളും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുക. സോ വാർത്തകളുടെ തരം ഏതൊക്കെയാണെന്നുള്ളത്, മുൻകൂട്ടി നിശ്ചയിച്ചവ, അതായത് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ എന്താ, ഇന്ന് വരും അങ്ങനത്തെ മീറ്റിംഗ്സ് കാര്യങ്ങൾ ഇന്ന് വരും എന്ന് പറയുകയാണെങ്കിൽ കേന്ദ്ര ബാങ്ക് മീറ്റിങ്ങുകൾ, ധനകാര്യ നേതാക്കളുടെ പ്രസംഗങ്ങൾ. സോ ഇതൊക്കെ ഓൾറെഡി മുൻകൂട്ടി നമുക്കൊരു ടൈമിംഗ് തന്നിട്ടുണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണിച്ചു തരാം. പക്ഷെ നമുക്ക് എന്താ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ എന്താ, യുദ്ധങ്ങൾ, വാറ് കാര്യങ്ങൾ വരുമ്പോൾ എന്താ, പ്രൈസ് കാര്യങ്ങൾ കൂടും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഗോൾഡിന്റെ പ്രൈസ് ഇപ്പോൾ വളരെയധികം കൂടുതലായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു വർഷം ബാക്കോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഗോൾഡിന്റെ പ്രൈസ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് കൂടാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഗോൾഡിന്റെ പ്രൈസ് ഒരു 2-2.5 വർഷം മുന്നെന്ന് പറയുന്നത് 1500, 1800 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 3500. ഞാൻ നമ്മളുടെ ഇന്റർനാഷണൽ മാർക്കറ്റിനെ പറ്റിയാണ് കേട്ടോ പറയണത്. 1800 നിന്ന് 3500 പോയത് വലിയ ഒരു അടിയായിരുന്നു. അതായത് 1800 ഇത് മുകളിലേക്ക് പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധമാണ്, റഷ്യ ഉക്രൈൻ വാറാണ്. അവിടെ നിന്ന് 2500 നിന്ന് 3500 പോകാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വാറാണ്. ആര്? ഇസ്രായേൽ പലസ്തീൻ വാറാണ്. പിന്നെയും നമുക്ക് വാറായിരുന്നു, ഏത്, ഇറാനും ഇസ്രായേലും വീണ്ടും വാറായി. അപ്പൊ എന്താണ്, വീണ്ടും ഗോൾഡിന്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം കൂടാണ്. അതാണ് പറഞ്ഞ, അപ്രതീക്ഷിതമായിട്ട് എന്ത് വന്നാലും അത് നമ്മളെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യും. പ്രൈസ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ അത് വേണമെങ്കിൽ ഞാനൊന്ന് സിമ്പിൾ ആക്കി ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ ആഹ്, ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളത്, ഒരു വാർ വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു എക്കണോമിക് കലാമിറ്റി, എന്തെങ്കിലും ഫ്ലഡോ കോവിഡോ എന്ത് സാധനങ്ങളോ ഇതുപോലെ അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഏറ്റവും വലിയ അധികം ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രി എന്ന് പറയുന്നത് എന്താണ്, റഷ്യയാണ് ഏറ്റവും കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ UAE ആണ്, മനസ്സിലായോ. അപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ റഷ്യയിൽ നിന്ന് ഒരു 1000 ബാരൽ വേറൊരു കൺട്രിയിലേക്ക് അവർ കൊണ്ടുപോവാണെന്ന് വിചാരിക്കുക. റഷ്യയിൽ നിന്ന് 1000 ബാരൽ കൊണ്ടുപോകുന്നത് പെട്ടെന്ന് ഒരു വാർ വന്ന്, റഷ്യ ഉക്രൈൻ വാർ വന്നു എന്ന് വിചാരിക്കുക. ഇവരെന്ത് ചെയ്യും, ഈ 1000 ബാരൽ കൊണ്ടുപോകുന്നിടത്ത് എന്താ, കുറെ പ്രശ്നങ്ങൾ വരും അവിടെ, ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരും, പ്രൈസ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരും. അപ്പൊ എന്താ, കുറയും. അതായത് 1000 ബാരൽ കൊണ്ടു കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്താ, വെറും 100 ബാരലോ 200 ബാരലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ എന്താ, സപ്ലൈ കുറയാണ്, സാധനങ്ങളുടെ സപ്ലൈ കുറയാണ്. സപ്ലൈ കുറയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിന്റെ ഡിമാൻഡ് കൂടും, മനസ്സിലായോ. സാധനം കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അത് മേടിക്കാനുണ്ടാവും. അപ്പൊ എന്താണ്, അതിന്റെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രൈസ് കൂടും. അങ്ങനെയാണ് ഓരോ സാധനങ്ങളുടെ പ്രൈസ് കാര്യങ്ങൾ കൂടുന്നത്. അങ്ങനെയാണ് ഫണ്ടമെന്റൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിലായോ. സോ ഈ ഈ സമയങ്ങളിൽ റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ വാർത്താ കാര്യങ്ങൾ അറിയേണ്ടത് ആ, വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. സോ ഇതിന്റെ ട്രേഡിംഗ് പഠിക്കാൻ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ investing.com, forex factory.com, ഏറ്റവും രണ്ട് നല്ല വെബ്സൈറ്റുകൾ, നമ്മൾ ഫോറക്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്ന രണ്ട് വെബ്സൈറ്റുകളാണ് investing.com-ഉം ഫോറക്സ് ഫാക്ടറിയും. ഓക്കെ, സോ ഞാൻ അതെങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, സോ ഫോറക്സ് ഫാക്ടറിയും investing.com-ഉം ഞാനൊന്ന് എടുക്കട്ടെ. ഓക്കെ,
സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കാണാം. investing.comന്റെ വെബ്സൈറ്റ് കാണാം. ഇതാണ് നമ്മൾ ന്യൂസ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്താ ഒരു ട്രേഡർ ആവുമ്പോൾ എന്താണ് നമ്മൾ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ്സ് കാര്യങ്ങൾ പോകുന്നത്, എത്രയാണ് ക്ലോസിംഗ് പ്രൈസ്, എത്രയാണ് കറന്റ് പ്രൈസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് കാര്യങ്ങൾ അറിയാൻ പറ്റും. മനസ്സിലായോ? എന്തൊക്കെ ന്യൂസ് വേണോ ഇതിൽ ന്യൂസിന്റെ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് എന്താ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ആ, എന്താണ് ക്രിപ്റ്റോ അല്ല, നമ്മൾക്ക് ക്രിപ്റ്റോ വേണ്ട. കമ്മോഡിറ്റീസ് ഉണ്ട്, കമ്മോഡിറ്റീസിന്റെ ഉള്ളിൽ വരുന്നതാണ് ഗോൾഡ് കാര്യങ്ങൾ. കറൻസീസ് ഉണ്ട്. അപ്പൊ ഞാൻ കമ്മോഡിറ്റീസ് എടുക്കുകയാണ് കേട്ടോ. കമ്മോഡിറ്റീസിന്റെ ന്യൂസ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സോ എന്താണ് ഇതേ കണ്ടോ, ഇവിടെ ക്രൂഡ് ഓയിലിന്റെ ന്യൂസ് കാര്യങ്ങൾ, ഓയിലിന്റെ ഇത് ട്രംപൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായോ? മീൻസ് ആള് സംസാരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ട്രംപ് എന്താണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓയിൽ മാത്രമെന്നല്ല, ഇതിൽ ഒരുപാടുണ്ട് നമ്മൾക്ക് നോക്കാനായിട്ട് ന്യൂസ് കാര്യങ്ങൾ. ഇത് കണ്ടോ, ഇതൊക്കെ അതെ ഗോൾഡിന്റെ പ്രൈസിന്റെ കാര്യങ്ങൾ 5 മണിക്കൂർ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഗോൾഡിന്റെ കാര്യങ്ങൾ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ ന്യൂസ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്താ ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അറിയാൻ പറ്റും. കണ്ടോ, ഗോൾഡിനെ കുറിച്ചുള്ള ന്യൂസ് കാര്യങ്ങൾ. സോ ഇത് കണ്ട എക്സ്പെക്ടേഷൻ ഫെഡ് കട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി, അതിന്റെ എക്സ്പെക്ടേഷൻസ് എന്ത് വരാം, റിസൾട്ട് വരാം എന്നുള്ളതൊക്കെ നമുക്ക് ഈ investing.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് ഫോറക്സ് ഫാക്ടറി എന്ന് പറയുന്ന വെബ്സൈറ്റ്. സോ ഫോറക്സ് ഫാക്ടറി നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ പറ്റും. ഇതിൽ നമുക്ക് എന്താ, ഇതിലും നമുക്ക് ന്യൂസിന് ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കലണ്ടർ നോക്കാം. സോ കലണ്ടറിലാണ് നമ്മൾ മനസ്സിലാക്കുക എന്ത് റിസൾട്ട് കാര്യങ്ങൾ. എല്ലാ ദിവസവും നിങ്ങൾ ഈ കലണ്ടർ എടുത്ത് നോക്കണം. ഇതിലാണ് എക്കണോമിക് ഇവന്റ്സ് നമ്മൾക്ക് കാണാം. അതിന്റെ റിസൾട്ട് എന്താണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ US ഡോളർ കാര്യങ്ങളാണ് കമ്പയർ ചെയ്യുന്നത്. US ഡോളറിന്റെ വാല്യൂ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുക? US ഡോളറിന്റെയോ ഏതൊരു കറൻസി, US ഡോളർ എന്നല്ല, ഇപ്പൊ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഗോൾഡിലായതുകൊണ്ടാണ് ഞാൻ US ഡോളർ പറഞ്ഞത്. ഓക്കെ. സോ ഇവിടെ നമ്മൾക്ക് കാണാം, ഇപ്പൊ ഇന്ന് നമുക്ക് ഫ്രൈഡേ ആണ്. ഫ്രൈഡേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇതൊക്കെ കഴിഞ്ഞു പോയി, ഓൾറെഡി ഇതൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ എന്താണ് നമുക്ക് മോർണിംഗ് നമുക്ക് ടൈമിംഗ് ഉണ്ടാവൂടാ. ഇവിടെ നമ്മൾ അബുദാബി മസ്കറ്റ് ടൈമിങ്ങോ ദുബായ് ടൈമിങ്ങോ എന്താണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഡേറ്റ് നോക്കുക, അതുപോലെ തന്നെ ടൈമിംഗ് നോക്കുക, കറൻസി ഏതാണ്, കറൻസി നമുക്ക് ഏതാ, US ഡോളർ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഒരു ഫോൾഡർ പോലത്തെ ഒരു ഇത് കാണാം. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ഈ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വലിയ മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. പിന്നെന്താ ഓറഞ്ച് കളർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാലും നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നല്ല. പക്ഷേ ഇവിടെ റെഡ് കളറിൽ കണ്ടോ, ഇതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻസും റിസൾട്ട് കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. സോ ഇവിടെ അതിന്റെ ഏതാണ് വരുന്നത്, ഇപ്പൊ കണ്ടോ റീറ്റെയിൽ സെയിൽസ് ഞാൻ പറഞ്ഞു, CPI GDP പോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസ് കാര്യങ്ങളൊക്കെ. സോ അതിന്റെ റിസൾട്ട് കാര്യങ്ങൾ ഇവിടെ നോക്കാം. സോ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഇത് തമ്മിൽ കമ്പയർ ചെയ്യണം, ആക്ച്വലും ഫോർകാസ്റ്റും തമ്മിൽ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുക US ഡോളറിന്റെ വാല്യൂ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത്. മനസ്സിലായോ? സോ ഇതിനനുസരിച്ചായിരിക്കും ഗോൾഡിനോ US ഡോളറിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇപ്പൊ US ഡോളറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാ? ഗോൾഡ്, സിൽവർ XAG USD, പിന്നെന്താ ഗോൾഡ് XAUSD, പിന്നെന്താ പലേഡിയം XPT USD, യൂറോ USD, GBP USD ജപ്പാനീസ് yen, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. സോ ഇത് ഇന്നലെ കണ്ടോ, ഇന്നലെ നമുക്ക് 4:30 CPI ഉണ്ടായിരുന്നു, കോർ PPI മനസ്സിലായോ, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു. സോ ഇത് മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ക്ലാസ് കയറും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? സോ നമുക്കിനി August 15 കഴിഞ്ഞ സാറ്റർഡേ സൺഡേ ഓഫാണ്. സോ ഇനി വരുന്നത് എന്താ, മൺഡേ ആണ്. മൺഡേ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല. ട്യൂസ്ഡേ നമുക്ക് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കനേഡിയൻ ഡോളറിന്റെ ഒക്കെയാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കനേഡിയൻ ഡോളർ JPY, കനേഡിയൻ ഡോളർ ന്യൂസിലാൻഡ് ഡോളർ, കനേഡിയൻ ഡോളറിന്റെ വേണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനങ്ങൾ നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ഇൻസ്ട്രുമെന്റ്സ് നോക്കണം എന്നുണ്ടെങ്കിൽ. പിന്നെ അടുത്ത ബുധനാഴ്ചക്കുള്ളത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ കണ്ടോ, 10 മണിക്ക് നമുക്ക് FOMC റിപ്പോർട്ട് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് FOMC റിപ്പോർട്ട്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ എന്താണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താ വ്യാഴാഴ്ച നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ യൂറോ ആണ്, GBP ആണ്. USD നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ
മാനുഫാക്ചറിങ്ങിൻ്റെ ഉണ്ട്, അൺഎംപ്ലോയ്മെന്റിന്റെ തൊഴിലില്ലായ്മയുടെ ഉണ്ട്. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ നോക്കണം എല്ലാ ദിവസവും. അന്നത്തെ ഇവന്റുകൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ വെബ്സൈറ്റും നമ്മൾ എപ്പോഴും നോക്കാൻ നോക്കുക. ഓക്കെ. സോ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ വന്നു എന്ന് വിചാരിക്കുന്നു, എന്താണ് മാർക്കറ്റ് കാര്യങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ എന്താ നമ്മൾ ഇന്ന് കവർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ന്യൂസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. സോ റിസ്ക് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ റിസ്ക് വളരെ മാനേജ് ചെയ്യേണ്ടത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ, ഏതൊക്കെ തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ടെന്നുള്ളത്, പിന്നെ അതുപോലെ തന്നെ ന്യൂസ് കാര്യങ്ങൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. സോ ഞാൻ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. എന്തേലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. റിസ്കിനെ കുറിച്ചോ, ന്യൂസിനെ കുറിച്ചോ, ന്യൂസ് എങ്ങനെ അനലൈസ് ചെയ്യാന്നതിനെ കുറിച്ചോ? ഓക്കെ, മജീദ് സാർ പറഞ്ഞോളൂ, എന്താണ് ഡൗട്ട്? അനാലിസിസ് തേർഡ് വൺ. ഓക്കെ. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞു നമുക്ക് മൂന്ന് തരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. ഒന്ന് നമ്മൾക്ക് ഫണ്ടമെന്റൽ അനാലിസിസ്, അതായത് ന്യൂസ് വെച്ച് ട്രേഡ് ചെയ്യണം. രണ്ടാമത്തെയാണ് എന്ത് ടെക്നിക്കൽ അനാലിസിസ്, അതായത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. മൂന്നാമത്തെയാണ് സെന്റിമെന്റ് അനാലിസിസ്. അതൊരു അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ട്രേഡ് ചെയ്യില്ലേ, അതായത് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, നമ്മൾ ആ റെഡ് കളർ ഗ്രീൻ കളർ നോക്കിയിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാര്യങ്ങൾ നോക്കിയിട്ട് ആ സോൺ നോക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടേതായ ട്രേഡിങ്, നമ്മളുടെ സൈക്കോളജി കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതൊരു പ്രധാനമായിട്ടുള്ള ട്രേഡിംഗ് പരമായിട്ടുള്ള ഒരു ഇതല്ല, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടത്. സെന്റിമെന്റൽ, നമ്മൾ തന്നെ മാർക്കറ്റ് നോക്കിയിട്ട് ചെയ്യുന്നതിനെയാണ് സെന്റിമെന്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അല്ലയോ? ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ആരെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. എന്തിനേലും കുറിച്ച് ഇപ്പൊ ഇന്നത്തെ ക്ലാസ് അല്ല, വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ക്ലോസ് ചെയ്തോട്ടെ. ഇപ്പോൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൾ ചെയ്യുക. കോൾ ചെയ്തുമ്പോൾ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ ഓഫീസിൽ വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഓഫീസിൽ വന്നിരുന്ന് പഠിക്കുക. ഇപ്പോൾ ഇവിടെ പഠിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കൂടുതലായിട്ട് മനസ്സിലാവും. ഓൺലൈൻ പോലെയല്ല, ഫേസ് ടു ഫേസ് ആകുമ്പോൾ നമുക്ക് എന്താ ലൈവ് ട്രേഡിംഗ് സെഷൻസ് കാര്യങ്ങൾ ചെയ്യാം, ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വരും എവിടെ വെച്ച് നിങ്ങൾക്ക് എൻട്രി എടുക്കണം, എവിടെ വെച്ച് അത് എക്സിറ്റ് ചെയ്യണം എന്നുള്ള ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങൾ വരും. മനസ്സിലായത്? ഡയറക്റ്റ് വരാൻ ശ്രമിക്കുക.
ഓക്കെ. സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നെക്സ്റ്റ് ക്ലാസ് എന്ന് വെച്ചാൽ ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും, ലൈവ് അക്കൗണ്ടിനെ കുറിച്ചിട്ടായിരിക്കും. പിന്നെ കുറച്ച് ടിപ്സും സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ. സോ ലൈവ് അക്കൗണ്ട് എങ്ങനെ മാനേജ് ചെയ്യാം, സ്മാർട്ട് എഫക്ട്സിനായിട്ട് നമുക്ക് എങ്ങനെ ലോഗിൻ ചെയ്ത് ചെയ്യാം, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ടിപ്സും ട്രിക്സ് സ്ട്രാറ്റജീസ് കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യും. സോ എല്ലാവർക്കും ക്ലാസ് ഏകദേശം ഒരു ഐഡിയ വന്നു എന്നുള്ളത് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതലായിട്ട് കവർ അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. താങ്ക് യു.